രാവിലെ ഗുഡ് മോർണിംഗ്. നമുക്ക് മുട്ട വെച്ചൊരു ഉള്ളിവട കാണാം. അതിലേക്ക് വേണ്ടി രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു. അതിലേക്ക് ഇഞ്ചിയും കറിവേപ്പില, കായപ്പൊടി, പിന്നെ മുളക് പൊടി, കടലമാവ്, മൈദ, ഇതെല്ലാം ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലവണ്ണം കുഴച്ചു വച്ചു. ശേഷം ഒരു 3 മുട്ട നമ്മൾ വേവിച്ചു. ഞാൻ എന്നിട്ട് ഈ ചട്ടിയിലോട്ട് മാറ്റിയത് കുഴച്ചെടുക്കാൻ പാടില്ലാണ്. എന്നിട്ട് നമ്മൾ മുട്ട വച്ച് നമ്മൾ ഈ ഉള്ളി പൊതിഞ്ഞ് മുട്ടവട ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുട്ട ഉള്ളിവട സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ വൈകുന്നേരം ഇന്ന് ചായക്ക് മുട്ട ഉള്ളിവടയായിരുന്നു. എന്നിട്ട് ഇന്നത്തെ രാവിലത്തെ കുറച്ച് വീട്ടു വിശേഷങ്ങളും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വൈകുന്നേരം ചായ കുടിയുടെ ഇതാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മുട്ട ഉള്ളിവടയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരേക്കും ആരും ഉണ്ടാക്കി കാണാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് രാവിലെയുള്ള പരിപാടിയാണ്. രാവിലെ കാണിക്കുന്നതാണ്. രാവിലെ അരിയെല്ലാം അടുപ്പിലായി. വെളുപ്പാങ്കാലാണ്. രാവിലെ ഒരു 5:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ അറിയാമല്ലോ, പാലെടുക്കാൻ പോകണം. ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി വെളുപ്പാങ്കാലത്ത് തന്നെ കഞ്ഞിക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ മീൻ വാങ്ങിച്ച് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇന്ന് വാങ്ങിക്കുന്ന മീൻ നാളെയാണ് വയ്ക്കുന്നത്. അങ്ങനെ അതിനെയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. ഇങ്ങനെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. എല്ലാവർക്കും താങ്ക് യു. രാവിലെ ഞാൻ ഉള്ളിവട കാണിച്ചാണ് തുടങ്ങിയത്. അതിൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, സൂപ്പർ ടേസ്റ്റി ഉള്ളിവടയാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇന്ന് ചൂരത്തലയാണ് കേട്ടോ. അങ്ങനെ ചൂരത്തലയെല്ലാം കഴുകി റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് കറി വയ്ക്കാം. ഇന്ന് കപ്പയുണ്ട്, മരിച്ചിനി ഒഴിച്ചു. അപ്പം ചൂരത്തലയും മരിച്ചിനിയൊക്കെയാണ്. അതിലേക്ക് വേണ്ടത് മീനെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് പുളിച്ചിക്ക, തക്കാളി, വലിയ പച്ചമുളക്, ചെറിയ പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ അരച്ച മീൻ കറി, ഇതെല്ലാം കൂടി ചേർത്ത് വിറകടുപ്പിൽ സാധനം ഒന്ന് കയറ്റി വെച്ചു. പിന്നെ കണ്ടല്ല, അടിപൊളിയായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. സൂപ്പറാണ്, അടിപൊളി. ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി. അങ്ങനെ തലക്കറി റെഡിയായി വരണുണ്ട്. ഇങ്ങനെ വലുതായിട്ടൊന്നും വച്ചിട്ടില്ല. ഒരു ചെറിയ രീതിയിൽ ഒരു രസം ഒന്ന് കാച്ചി. പിന്നെ മുട്ടക്കറി വെച്ചു, മുട്ട അവിയൽ വെച്ചു കേട്ടോ. മരിച്ചിനിയും തലക്കറിയും കൂടെ ഞാനിതാ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ മരിച്ചിനിയും തലക്കറിയും കൂടെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ മോളെ വീട്ടിൽ പോയതാണ്. അവളിവിടെ ഉണ്ടായിരുന്നു. അവളെ കൊണ്ടുവിടാൻ പോയപ്പോൾ ഒരു ചെറിയ വീഡിയോ അതും കൂടെ ഞാനിതിൽ കാണിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ മുട്ട ഉള്ളിവട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും. പക്ഷേ നമ്മൾ കായപ്പൊടിയൊക്കെ കൂടി ഇടണം, എങ്കിലേ കൊള്ളാവും. പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലേ ടേസ്റ്റുള്ളൂ. ഗരം മസാലയൊക്കെ ചേർത്ത് നമ്മൾ മുട്ട ബജിക്ക് പകരം മുട്ട ഉള്ളിവട അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. അതെല്ലാം ചെയ്ത് നോക്കണം. അവിടെ അങ്ങനെ മോളെ വീട്ടിൽ പോകണം. കൊച്ചുമോനാണ് വഴി കാണിച്ചു കൊടുക്കുകയാണ് ഡ്രൈവറിന്. ഇതുവഴി പോകണം, അതുവഴി പോകണം. അവന് കാണാപ്പാടമാണ് കേട്ടോ. അവൻ്റെ വീട്ടിൽ നിന്ന് മുകളിലോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ അവന് നല്ലവണ്ണം അറിയാം. ഒന്ന് സ്കൂളിൽ പോകാനൊക്കെ കയറി വരണം. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്താറായി. എല്ലാവർക്കും ടാറ്റ, ഗുഡ് മോർണിംഗ്.